സാസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ വെഡ്ഡിങ് ആനിവേഴ്സറീൻ്റെ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. വെഡ്ഡിങ് ആനിവേഴ്സറി കഴിഞ്ഞിട്ട് ഇപ്പോൾ 2-3-4 ദിവസമായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ആക്കുന്നത്. അപ്പോൾ കുറച്ച് ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടായിരുന്നു. അപ്പോൾ ഇന്നത് സ്പെഷ്യൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ ബിരിയാണിയും പിന്നെ ചിക്കൻ പൊരിച്ചതുമായിരുന്നു കേട്ടോ. ചിക്കൻ പൊരിച്ചതുണ്ടായിരുന്നു, പിന്നെ പൊറോട്ട, പത്തിരി ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ബിരിയാണിക്കിൻ്റെ മസാലയൊക്കെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ ഉണ്ട്, ചേച്ചിയുണ്ട്, സരി ചേച്ചിയുണ്ട്, സുൻ ചേച്ചിയുണ്ട്, എല്ലാവരും ഉണ്ട് കേട്ടോ. സരി ചേച്ചി പിന്നെ വൈകുന്നേരം വന്നു കേട്ടോ. ചേച്ചിക്ക് കട ലീവാക്കാൻ കഴിയാത്ത കാരണം ചേച്ചി വൈകുന്നേരമാണ് വന്നത്. അങ്ങനെ ബിരിയാണിയൊക്കെ ദമ്മിട്ട് പായസം ഉണ്ടായിരുന്നു കേട്ടോ, സേമിയ പായസം ഉണ്ടായിരുന്നു. അങ്ങനെ പണിയൊക്കെ നേരത്തെ കഴിഞ്ഞ് പിന്നെ വീട്ടിൽ നിന്ന് വരാൻ കുറച്ച് ലേറ്റായിട്ടാണ്. വീട്ടിൽ നിന്ന് അവർ വന്നപ്പോൾ 3 മണിയൊക്കെ ആയിട്ടുണ്ട്. അവർ വന്നതിന് ശേഷമാണ് ഞങ്ങൾ കേക്ക് കട്ടിങ്ങൊക്കെ തുടങ്ങിയിട്ടാണ്. അപ്പോൾ ഞാൻ കുറച്ച് ചില്ലി ഉണ്ടാക്കാൻ, പൊറോട്ടയ്ക്ക് ചില്ലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം കുറച്ച് ചിക്കൻ പൊരിച്ചു. അതിലിടയ്ക്ക് വരെ എന്തൊക്കെയോ ചാമ്പയ്ക്ക ഇതൊക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. ഉപ്പിലിട്ടൊക്കെ ഉണ്ടായിരുന്നു, മാങ്ങയും ചാമ്പയ്ക്ക ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വീട്ടിലത്തെ വരാൻ ലേറ്റ് ആവുമെന്ന് കണ്ടപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ബിരിയാണീൻ്റെ ദമ്മ് പൊട്ടിച്ചിട്ട് ഞങ്ങൾ കഴിച്ചു. അവർ പിന്നെ 3 മണിയൊക്കെ അല്ല വരാൻ, ഞങ്ങൾ വരെ വെയിറ്റ് ചെയ്ത് നിൽക്കണ്ടേ. അവർ പറഞ്ഞു നിങ്ങൾ കഴിച്ചോളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബിരിയാണി കഴിക്കലൊക്കെ കഴിഞ്ഞ് ഒരു കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷമാണ് കേട്ടോ അവർ വന്ന്. മക്കൾക്ക് ആദ്യം കൊടുത്തു. അവർ കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ കഴിച്ചത്. അപ്പോൾ നമ്മൾ അനുവാണ് കേട്ടോ ഇരുന്ന് ചോറുണ്ണണത്. അങ്ങനെ ഞങ്ങൾക്കുള്ള ചോറ് ഞങ്ങൾ വിളമ്പുമ്പോൾ ഞങ്ങൾ ഡൈനിങ് ഹാളിൽ ഇരുന്നിട്ടാണ് കഴിച്ചത്. കുട്ടികൾക്ക് പുറത്ത് വെച്ച് കൊടുത്തു. പുറത്ത് വയ്ക്കാന്ന് വെച്ചാൽ പുറത്ത് ടേബിളൊക്കെ തന്നെ ഉണ്ട്. ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ട് ഡൈനിങ് ഹാളിലിരുന്ന് കഴിച്ച്, ഞാൻ, അച്ഛന്, അമ്മ, ചേച്ചി, അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി കഴിച്ച്. അപ്പോൾ നമ്മളെ കല്യാണം കഴിഞ്ഞിട്ട് മാർച്ച് 15-ാം തീയതിക്ക് 5 വർഷമായിട്ടോ. എത്ര പെട്ടെന്നാലേ കൊല്ലങ്ങളൊക്കെ കടന്നു പോയത്. അങ്ങനെ ഞങ്ങൾ ഇതുവരെ ഇപ്പം 5 വർഷമായിട്ട് നമ്മളെ വെഡ്ഡിങ് ആനിവേഴ്സറി ഇതേപോലെ തന്നെ ആഘോഷിക്കാറുണ്ട് എല്ലാ വർഷവും. ഇപ്പം 5 വർഷത്തിൽ എല്ലാ വർഷം എന്ന് വെച്ചാൽ 5 വർഷമായി. 5 വർഷത്തിൽ നമ്മൾ ഒരു വർഷവും നമ്മൾ കഴിക്കാതെ വിട്ടിട്ടില്ല കേട്ടോ. മോൻ്റെ പിറന്നാളായിക്കോട്ടെ, പിറന്നാളുകൾ, എൻ്റെ പിറന്നാൾ, ഏട്ടൻ്റെ പിറന്നാൾ, അമ്മേൻ്റെ പിറന്നാൾ അമ്മയ്ക്ക് ഓർമ്മയില്ല. അച്ഛനും വലിയ ഇഷ്ടമല്ല അങ്ങനെ കഴിക്കുന്നത്. പക്ഷെ നമ്മളെ ജീവിതത്തിൽ ഓരോരോ പ്രധാനപ്പെട്ട ദിവസങ്ങളല്ല, അത് ഞങ്ങൾ എന്തായാലും എൻ്റെതും ഏട്ടൻ്റെതും മോൻ്റെതും ഒക്കെ കഴിക്കാറുണ്ട്. പിന്നെ അച്ഛയ്ക്ക് അങ്ങനെ കഴിക്കണത് ഇഷ്ടമല്ല. അമ്മൻ്റെ ആണെങ്കിൽ അമ്മയ്ക്കൊട്ടും അറിയില്ല. പിന്നെ അവർ വന്നിട്ടോ. അവർ വന്നപ്പോൾ ഞങ്ങളിവിടെ ഒരു കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവരും കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ വന്ന് കേക്കൊക്കെ കട്ട് ചെയ്ത്, അത് ഷോർട്ട് വീഡിയോ ആയ കാരണം ഇതിൽ അപ്ലോഡ് ആക്കാൻ പറ്റില്ല. അങ്ങനെ അവർ ഫുഡൊക്കെ കഴിച്ച് അവർ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കാൻ കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി എവിടേക്കെങ്കിലുമൊക്കെ പോകാമെന്നുള്ളൊരു പ്ലാനിങ്ങിലൊക്കെയാണ്. ബീച്ചിക്കാണ് അവിടേക്ക് എവിടേക്കെങ്കിലുമൊക്കെ പോകാമെന്നുള്ള പ്ലാനിങ്ങിൽ. അപ്പോൾ ചേച്ചിയും മനും എല്ലാവരും കൂടി മാറ്റി നിൽക്കണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവർ ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ ഇറങ്ങാമെന്ന് വിചാരിച്ച്. അങ്ങനെ മോളും എല്ലാവരും, ചാരും ശിശിരിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ തേമോളത് നിൽക്കണത്. പിന്നെ ഒരു ഇറങ്ങിയതിൻ്റെ ബാക്കിൽ തന്നെ ഞങ്ങളും വണ്ടി എടുത്ത് ഇറങ്ങി. അച്ഛനും ഞങ്ങളെ ബാക്കിൽ തന്നെ അച്ഛനും പോന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. ചേച്ചി ഉണ്ടായിരുന്നു, അമ്മയുണ്ടായിരുന്നു, ഞങ്ങൾ കുട്ടികളെല്ലാവരും കൂടിയാണ് കേട്ടോ ഞങ്ങളും പോയത്. അന്ന് ഇതേപോലെ കോഴിക്കോട് ബീച്ചിക്ക് പോവാണ്ട് അവനില്ല പറഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയാണ് കേട്ടോ പോയത്. അപ്പോൾ നമുക്ക് ബീച്ചിലത്തെ വിശേഷങ്ങൾ നമുക്ക് കാണാം. അപ്പോൾ നമ്മളെ വീഡിയോ എന്തായാലും ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, ബായ്. അപ്പോൾ നമ്മളെ ബീച്ചിലുള്ള വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ട് വരിട്ടോ. ബീച്ചിൽ പോയപ്പോൾ എന്താ പറയുക, ഇഫ്താറിൻ്റെ നോമ്പായ കാരണം നോമ്പ് ഇറക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. എന്താ പറയുക, അതൊക്കെ ഒരു വൈബാണ് കേട്ടോ. നമ്മൾ എല്ലാവരും കൂടി കുടുംബസമേതം പോയിട്ട് കടൽ തീരത്ത് പോയിട്ട് നോമ്പൊക്കെ ഇതാക്കാന്നുള്ളതൊക്കെ ഒരു ഇതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് വരട്ടോ. ഓക്കെ, ബായ്.